പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം. അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അത് എപ്പോൾ സംഭവിക്കും എന്നും നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണം എന്ന് അപേക്ഷിച്ചു. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ദേശമാണ് നമ്മൾ കേട്ടത്. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ച ഒരു ചോദ്യമാണ്, അത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്താണ്? ഹല്ലേലൂയ. അത് ലോകം കഴിഞ്ഞ ചില നാളുകളായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ്. ഹല്ലേലൂയ. 2000-ൽ നമുക്കറിയാം മനുഷ്യൻ ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞ് അന്നുണ്ടായിരുന്നോ തിന്നും കുടിച്ചും ആ രാത്രിയിൽ കിടന്നു. പിറ്റേന്നാൾ ലോകം അവസാനിച്ചില്ല. പിന്നീട് 2012-ൽ ലോകം അവസാനിക്കുന്നു. അങ്ങനെ പല നിയോഗങ്ങളും വാക്കുകളും മനുഷ്യൻ സൃഷ്ടിക്കനുസൃതമായി ഓരോ നാളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നവ കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ഇത് ലോകം 2000-ൽ ലോകം അവസാനിക്കും എന്നുള്ളത് ചിലർ സിനിമയാക്കി അതുകൊണ്ട് കോടികൾ സമ്പാദിച്ചവരുമുണ്ട്. പക്ഷേ വിശുദ്ധ വേദപുസ്തകം എന്താണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറയുന്നത്? ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് എന്താണ് ഇവിടെ വായിക്കാൻ കഴിയുന്നത്? അതിന് യേശു ഒരു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും. നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അത് സംഭവിക്കേണ്ടത് തന്നെ. എന്നാൽ അത് അവസാനമല്ല. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. കള്ളപ്രവാചകൻ പലരും വന്ന് അനേകരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരുമെന്നിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതേ സ്നേഹിത, ലോക അവസാനത്തെക്കുറിച്ച് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു പറഞ്ഞു കൊടുത്ത ഉത്തരമാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങൾ. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും മഹാവ്യാധികളും വിവിധ കെടുതികളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും യേശുവാണെന്ന് പറഞ്ഞു വരികയും കള്ളപ്രവാചകന്മാരും ഒക്കെ പെരുകി മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ക്രിസ്തു മുഖാന്തരം അനേകരെ കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാവശ്യ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. അതുകൊണ്ട് പലരും പറഞ്ഞ് യേശു വന്നുപോയി എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നവരോടും ഈ വചനം പറയുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം സ്തോത്രം 24-ാം അധ്യായം വായിക്കുന്ന പോലെ മർക്കൂസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിനും ലൂക്കോസിന്റെ സുവിശേഷം 21-ലൊക്കെ നമുക്കിത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് വേദപുസ്തകം അനുസരണം പഠിക്കാൻ കഴിയുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 29, 30, 31 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തിൽ നിന്ന് വീഴും, ആകാശത്തിലെ ശക്തി ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങൾ പ്രലപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹള ധ്വനിയോടുകൂടി അയക്കും. അവർ തന്റെ വൃതന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇവിടെ ഈ ദൈവത്തെ പഠിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ നിൽക്കുന്ന, വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. കാരണം അവർക്കറിയാം കർത്താവ് ഒരിക്കൽ വന്ന് തന്റെ വിശുദ്ധന്മാരെ ഭൂമി ചേർക്കും. അതാണ് ഞങ്ങൾ വിശ്വാസികളെ ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം. എന്നാൽ കർത്താവിനെ അറിയാത്ത ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഈ ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കെടുതികളും സുനാമികളും ദുരന്തങ്ങളും ഒക്കെ കാണുമ്പോൾ അവരിൽ നിന്നും മാറത്തടിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം അവർക്ക് പ്രത്യാശയില്ല.
യേശു വരുന്നു എന്നുള്ളതിന്റെ മുന്നടയാളങ്ങളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. രാജ്യത്തോട് കലഹിക്കുകയാണ്. എത്രയോ ആയിരങ്ങളാണ് ഓരോ ദിവസവും മരിച്ചു വീഴുന്നത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷയിൽ നിങ്ങൾ അവരോടുകൂടെ എടുക്കപ്പെടണമെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾ മരിച്ച വ്യക്തിയാണെങ്കിൽ വിശുദ്ധന്മാർ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഉയർന്നേക്കാം. അല്ല, നിങ്ങൾ ജീവനോടെ ഉണ്ടെങ്കിൽ നിങ്ങൾ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ കഴിയുള്ളൂ. അപ്പം ക്രിസ്തുവും തിരഞ്ഞെടുക്കപ്പെട്ടവരെ ലോകത്തിന്റെ 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കുന്ന കാഹളധ്വനിയോടുകൂടെ വരുന്നൊരു അവസരത്തെ കുറിച്ചാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 24:30-31 വായിച്ചത്. അല്ലെങ്കിൽ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അത് പറയുന്നത് ആമേൻ, അല്ലെങ്കിൽ വയലിൽ ഇരിക്കും, അല്ലെങ്കിൽ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാളെ എടുക്കും, ഒരാളെ നിരസിക്കും എന്ന് യേശു മുന്നറിയിപ്പ് നൽകി. മത്തായിയുടെ സുവിശേഷം 24:40-41, ലൂക്കോസ് 17:34-35 ഇങ്ങനെ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് സഭയുടെ പ്രാപണമായി സൂചിപ്പിക്കുന്നുണ്ട്. ദൈവം ലോകത്തിൽ നീതിയും സമാധാനവും എത്തിക്കുന്ന ഒരവസരമായും രണ്ടാമത്തെ വരവ് പ്രാധാന്യം അർഹിക്കുന്നു. യേശു ക്രിസ്തു മശിഹ ആണെന്നതിന് ധാരാളം പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജനത്തിന്റെ പാപത്തിന് വേണ്ടിയുള്ള തന്റെ മരണത്തെക്കുറിച്ച് ചില പ്രവചനങ്ങൾ മുൻകൂട്ടി പറഞ്ഞതായിട്ട്. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തന പുസ്തകം 22:1-31 വരെയുള്ള വാക്യങ്ങൾ, മെശിയ പ്രവാചകന്റെ പുസ്തകം 53:1-12 വാക്യങ്ങളും, ദാനിയേലിന്റെ പുസ്തകവും 9:20-26 ഭാഗങ്ങളും കർത്താവ് ക്രൂശിൽ മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നവിടൊക്കെ വായിക്കാൻ കാണാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ സ്നേഹിത, 2026 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു ക്രിസ്തു ഭൂമി വന്ന് 33.5 തിരുവയസ്സ് ജീവിച്ച് 30-ാം വയസ്സിൽ യോഹന്നാനെ സ്നാനമേറ്റ് യോർദാനിൽ കയറിയപ്പോൾ ആത്മാവ്, പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ദേഹരൂപത്തിൽ യേശുവിന്റെ വരും. യേശു 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പിന്നെ യേശുവിന്റെ പരശുശ്രൂഷ 3.5 വർഷം മാനകുലത്തിന്റെ പാപത്തിന് പരിഹാരത്തിനും കാരണങ്ങളെ യേശു ഉപദേശിച്ചു കൊടുത്തു. തന്റെ അരികിൽ വന്നവരെ എല്ലാം സൗഖ്യമാക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ മാത്രമല്ല, അവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ട് 3-ാം നാൾ അതിശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്ത് ഭാഗത്ത് നിന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്നു. അത് യേശു വരാൻ സമയമായി. താങ്കൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പകൽ ദൈവത്തിനെ കേൾക്കുന്ന ശ്രോതാവേ, നമുക്കിനി സമയം അധികമില്ല. ലോക സംഭവങ്ങൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഏത് സമയത്തും മരണം സംഭവിക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തകർന്നു പോകാതെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ അടക്കം നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിനായി ഒരുക്കമുള്ളവരായിരിക്കണം. ഈ ലോകത്തിന്റെ പാപചിന്ത മോഹങ്ങൾ വിട്ട് ഹല്ലേലൂയ നിങ്ങൾ മാനസാന്തരപ്പെടണം. ഇവിടെ അക്രമങ്ങളുണ്ട്, കലാപങ്ങളുണ്ട്, ഇവിടെ പ്രശ്നങ്ങളുണ്ട്. ഇത് ദുഷ്കരമാണ് ഈ ലോകം. ഇതിന്റെ നടുവിൽ നാം കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കത്തോടെ ഇരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കാതെ യേശു ക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തിനകത്ത് ഹല്ലേലൂയ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃകളെ, അതിനെ നമ്മൾ കാൽച്ചുവടുകളെ പിന്തുടരുക തന്നെ ചെയ്യണം. അപ്പൊ കർത്താവിന്റെ വരവ് ഏറ്റവും സമീപമായി, അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നായി വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും ഇബ്രാഹിം ലേഖനം 10:25, യാക്കോബ് 5:9, 1 യോഹന്നാൻ 2:18, വെളിപ്പാട് 22:7 ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത് നാളും നാഴികയും നമ്മൾ അറിയുന്നില്ല. നിലയാത്ത നാഴിയിൽ കള്ളനെ പോലെ കണ്ണിമയ്ക്കുന്നിടയിൽ ഹല്ലേലൂയ കള്ളൻ വരുന്നത് പോലെയൊക്കെ കർത്താവിന്റെ വരവേറ്റ വാസനമാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ കർത്താവിന്റെ വരവിന്റെ ഒരുങ്ങിയിട്ടുണ്ട്. ഈ ലോകത്തിന്റെ പാപമോഹങ്ങളെ വിട്ട്, ലോകത്തിന്റെ ജട്ടിക സുഖങ്ങളെ വിട്ട്, അന്ധകാരത്തിൽ നിങ്ങൾ വിടുവിക്കപ്പെട്ട് കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് അവന്റെ മഹത്വ പ്രത്യക്ഷത്തിൽ നിങ്ങൾ അവരോട് കൂടെ എടുക്കപ്പെടുവാൻ നിങ്ങൾ കർത്താവിന് വേണ്ടി തയ്യാറാകണം. ഈ ലോകം ശാപം നിറഞ്ഞതാണ്, പാപം നിറഞ്ഞതാണ്, അന്ധകാരം നിറഞ്ഞതാണ്. അതിന്റെ വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് മാത്രമേ എന്നെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഇതുവരെ നിങ്ങൾ കർത്താവിന്റെ ഹൃദയം കൊടുത്തിട്ടില്ല. നിങ്ങൾ യേശുവിന്റെ ഹൃദയം കൊടുത്ത് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവേ, ലോകാവസാനത്തെ അടയാളം ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു കൊടുത്ത ദൈവവചന ഭാഗം ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, അങ്ങയുടെ വരവേറ്റവും ആസനമായ ലോക സംഭവങ്ങൾ ഓരോന്നും ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച സമയം നഷ്ടപ്പെടുത്തി കളയാതെ വിശുദ്ധമായി സൂക്ഷിച്ചയുടെ വരവിനായി കാത്തിരിപ്പാൻ ഞങ്ങൾ ഒരുക്കണമേ. ജീവിതത്തിന്റെ മാലിന്യങ്ങളിലേക്ക്, ലോകത്തിന്റെ മാലിന്യത്തിലേക്ക് വീണു പോകാതെ വിശുദ്ധയെ പ്രാപിച്ചുകൊണ്ട് നിൽപ്പാൻ കൃപ ചെയ്യണമേ. സകലത്തിനും നീതി വെളിപ്പെടണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.